കാലിനൊരു 3 പ്രാവശ്യം നമ്മൾ ചുറ്റി വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് നിങ്ങൾ റൊട്ടേഷൻ ചെയ്യാവോ നോക്കും. ഈ കാല് വീണ്ടും മടക്കുക. വീണ്ടും നമ്മൾ ഈ കാലിനെ ഇങ്ങനെ നിവർത്തുക. 1 2 കാലിൻ്റെ ഉപ്പൂറ്റി കുത്തിയിരുന്നു, ബോളൊന്ന് പൊക്കി. എന്നിട്ട് നമ്മൾ ഈ കാല് നിവർത്തും ബോൾ താഴെ കൊടുക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഉപ്പൂറ്റി കുത്തി ബോള് പൊക്കി ബോള് താത്തുമ്പോൾ മുട്ടുമടക്കും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കിതൊരു ജിം ബോളാണ്. സാധാരണ 2 പേരെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെയാണ് സ്റ്റൊമക്ക്, നമ്മുടെ കാൽവണ്ണം, കൈവണ്ണമൊക്കെ കുറേ കറക്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ പേര് രാജേഷ് ചന്ദ്ര. ആദ്യം നമ്മളിങ്ങനെ ഇരിക്കുക, ഒരു മുട്ടയിൽ കുത്തിയിട്ട് ഒരു കാലിലിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഈ ബോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിലൊന്നാക്കാൻ നോക്കുക. 1 2 പറ്റിയില്ലെങ്കിൽ ഉണ്ട് ഇവിടെ താഴെ ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റി ഒന്ന് എടുക്കാവുന്ന നോക്കുക. 1 2 3 ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു കാലൊന്ന് നിവർത്തി വെക്കുക. ഇങ്ങനെ എടുക്കുക. 1 2 കാലിനൊരു 3 പ്രാവശ്യം നമ്മൾ ചുറ്റി വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് നിങ്ങൾ റൊട്ടേഷൻ ചെയ്യാവോ നോക്കും. ഈ കാല് വീണ്ടും മടക്കുക. വീണ്ടും നമ്മൾ ഈ കാലിനെ ഇങ്ങനെ നിവർത്തുക. 1 2 1 2 3 നമ്മുടെ ബോഡി ഒന്ന് തിരിച്ചൊരു റൊട്ടേഷൻ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 1 2 ചെയ്യും. വീണ്ടും നമുക്ക് കൈ നമ്മുടെ ഇത് ബോൾ നമ്മുടെ അരയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒന്ന് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൈ എഴുന്നിട്ട് ഇങ്ങനെ കൊടുക്കും. 1 2 3 നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, കനമുള്ള ബോളാണ്. നെക്സ്റ്റ് നമുക്ക് ഇരിക്കുക. ഇരുന്നിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി കുത്തിയിരുന്നു, ബോളൊന്ന് പൊക്കി. എന്നിട്ട് നമ്മൾ ഈ കാല് നിവർത്തും ബോൾ താഴെ കൊടുക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഉപ്പൂറ്റി കുത്തി ബോള് പൊക്കി ബോൾ താത്തുമ്പോൾ മുട്ടുമടക്കും. ഇങ്ങനെ ആദ്യം ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തു, പിടിച്ചു, മുട്ട് താത്തി ഇവിടെ കൊണ്ടുവന്നു വീണ്ടും ഇട്ട് കൊടുക്കുക, പിടിക്കുക, വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പം മുട്ട് താത്തുക പൊക്കുക എന്നൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കയ്യിൽ ഇണങ്ങുന്നത് വരെ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 റിലാക്സ്. പിന്നെ കാലൊന്ന് അകത്തി വെച്ചിട്ട് 1 ഈ 2 ഉപ്പൂറ്റിയിലോട്ട് ചെയ്യും. 2 3 4 5 ചെയ്യുക. നമ്മുടെ വീണ്ടും ബോഡിക്ക് ചുറ്റിയെടുക്കുക. നിങ്ങൾക്ക് പറ്റണത്ര രീതിയിൽ ചുറ്റിയെടുക്കുക. ചുറ്റാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ കഴിയുന്നത്ര പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാലും മതിയാവും. വീണ്ടും നമ്മൾ കാലിങ്ങനെ വയ്ക്കുക, ഇട്ട് കൊടുക്കുക. 1 2 ഇത് നമ്മുടെ 2 കാലിൻ്റെ അടിയിൽ കൂടെ പതുക്കെ നിങ്ങളൊന്ന് എടുക്കാമെന്ന് ശ്രമിക്കുക. അപ്പോൾ മുട്ട് നമ്മൾ കൂടുതൽ പൊക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ മുട്ട് നിങ്ങൾ കൂടുതൽ പൊക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ നല്ലൊരു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് നല്ല സ്ട്രെയിൻ വരും, അരയ്ക്ക് സ്ട്രെയിൻ വരും, നമ്മുടെ സ്റ്റൊമക്ക് നല്ല രീതിയിൽ ഒതുങ്ങി വരാനായിട്ട് നല്ലതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെയാണേലും ഇതിൻ്റെ കുറേ വർക്കൗട്ട് സെക്ഷനുമായിട്ട് പഠിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്യുക. വീണ്ടും നമ്മൾ ഇരുന്നിട്ട് കൈ ഇങ്ങനെ ഇട്ട് പിടിക്കുക, വീണ്ടും ചുറ്റിക്കാൻ നോക്കുക. എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കൈക്ക് നല്ലതാണ്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് കണ്ട് പഠിച്ചിട്ട് ചെയ്ത് നോക്കുക. വളരെ ഇപ്പം ഒരാൾ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സെക്ഷനാണ്. താങ്ക് യു.